ഒരുപാട് പേർക്ക് എന്നോട് എപ്പോഴും ഇന്നലെയും ആരോ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിക്കുക സീമി ചേച്ചിക്ക് എങ്ങനെ ഈ സോഷ്യൽ വർക്കും നമ്മുടെ ജോലിയും കുടുംബത്തിന്റെ പ്രശ്നങ്ങളും മറ്റുള്ള ഏതൊക്കെ കൂടെ എങ്ങനെ ചേച്ചിക്ക് ഒരേ സമയം ഈ ഒരു ഫോണിൽ കൂടിയല്ലേ കൂടുതലും കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നു, എങ്ങനെ പോകാൻ പറ്റുന്നു. കുറച്ചൊക്കെ ലൈഫിൽ ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. 17 വയസ്സിൽ തുടങ്ങിയ അഭിനയം 39 വർഷങ്ങൾ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പങ്ക്ച്വാലിറ്റിയും എല്ലാവരോടും ഉള്ള ഒരു സ്നേഹവും ഒക്കെയാണ്. എങ്ങനെ നോക്കി കാണുന്നു ചേച്ചി ഈ 39 വർഷം? 39 അല്ല, ഇപ്പൊ 41 ജൂണില് 41 വർഷമാകും. അപ്പൊ എന്താന്ന് വെച്ചാല് അത് അങ്ങനെയല്ല, അമ്മയായിരുന്നു എല്ലാത്തിൻ്റെയും ഒരു എന്താ ഒരു നമ്മുടെ ഒരു റോൾ മോഡൽ എൻ്റെ അമ്മയാണ്. അമ്മയുടെ കഷ്ടപ്പാടും അമ്മയുടെ വിഷമങ്ങളും അമ്മയുടെ ദുഃഖങ്ങളും അമ്മ യാത്ര ചെയ്തിട്ടുള്ള ആ പാതകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 41 വർഷത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ അതികഠിനമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലൈഫിലെ റോൾ മോഡൽ ഞങ്ങളുടെ അമ്മയാണ്. അപ്പം അമ്മ കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അമ്മയ്ക്ക് വലിയൊരു നിർബന്ധമായിരുന്നു, അമ്മയുടെ മക്കൾ ആരും നടികളായി തീരരുത്, അല്ലെ നടന്മാരായി തീരരുതെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ ജോലിയെ കുറച്ച് കാണിച്ചത് കൊണ്ടല്ല, അല്ലെ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല. അമ്മ വന്ന സാഹചര്യവും അമ്മ നിന്ന സാഹചര്യവും അതികഠിനമായിരുന്നു. അമ്മ അനുഭവിച്ചത് മക്കൾ അനുഭവിക്കരുതെന്നുള്ള ഒരമ്മയുടെ എന്താ പറയുന്ന ഒരു കരുതലായിരുന്നു ഞങ്ങളാരും ഇതിലേക്ക് വരരുതെന്ന്. അപ്പോൾ അമ്മ ആകെ പറഞ്ഞിട്ടുള്ളത് ഗുരുത്വം എന്ന് പറഞ്ഞ 3 അക്ഷരം ഒരിക്കലും വിറ്റ് തിന്നരുത്. അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്, ഗുരുത്വം. മാതാപിതാ ഗുരു ദൈവം എന്ന് കറക്റ്റ് പഠിപ്പിച്ച് തന്നെയാണ് അമ്മ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗുരുത്വം വിറ്റ് തിന്നാത്തത് കൊണ്ടാകാം 41 വർഷം പൊന്നി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നേ. എൻ്റെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട്, പലരും എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. പലർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമുക്കും ചിലപ്പം ലൈഫിലെ യാത്രകളൊക്കെ ഭയങ്കര കഠിനമായ യാത്രകളായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചേമ്പല പോലാണ്, മുങ്ങത്തുമില്ല എന്നാൽ പൊങ്ങത്തുമില്ല. ഇങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിലിട്ടാൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കിടക്കും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഈ ചേമ്പല പോലെ അമ്മ കാണിച്ചു തന്ന ഒരു പാതയിലൂടെ, അമ്മ പറഞ്ഞു തന്ന വാക്കുകളിലൂടെ ഈ 41 വർഷം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.